നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവരും ഉണ്ണിയേശുവിനെ വരവേൽക്കാനുള്ള തിരക്കിലാണ്. ഞങ്ങളും നിങ്ങളും നമ്മൾ ഒരുമിച്ച് ചേർന്ന് നമ്മൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഫ്ലവേഴ്സ് കോമഡിയുടെ ഐറ്റംമാരോടൊപ്പം ആഘോഷിക്കാൻ പോവാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഒരിക്കൽ കൂടെ മെറി ക്രിസ്മസ് വിഷ് ചെയ്തുകൊണ്ട് വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റംമാരെ. അങ്ങനെ ക്രിസ്മസ് എപ്പിസോഡല്ലേ, കാര്യക്കാരെ വിളിക്കാം. തൊപ്പി വെച്ച 3 പേർ. നസീർക്ക സ്വാഗതം, പ്രചോദേട്ട സ്വാഗതം, തലയിലും പപ്പ നെഞ്ചത്തും പപ്പ വിജുകുട്ട സ്വാഗതം. ഇത് എവിടുന്ന് ഒപ്പിച്ച് ഈ ഷർട്ട് കിടില്ലേ? നല്ല നല്ല ഷർട്ട്. താങ്ക് യു. നമുക്കെന്നാ പിന്നെ ക്രിസ്മസിന്റെ ആഘോഷം നമ്മൾ ഇന്നേ തുടങ്ങുവാണ്. അങ്ങനെ ആഘോഷത്തിൽ നമ്മുടെ കൂടെ കൂടാൻ രണ്ടാമത്തെ തവണ തൃശ്ശൂർ, തളിക്കുളം, അതേപോലെ പഴുവിൽ, ഈ 2 സ്ഥലത്തു നിന്നും നമുക്ക് നല്ല ഗംഭീരമായിട്ട് ഓടിയിട്ടുണ്ട്. ഹാപ്പി ക്രിസ്മസ്. വെൽക്കം. നമ്മൾ തുടങ്ങിയേക്കാം. സ്കിറ്റ്, സ്പെഷ്യല്, അങ്ങനെ ഐറ്റങ്ങൾ ഒരുപാടുണ്ട്. ഓക്കെ, ശ്യാമുണ്ട്, രാജ് തിരുവമ്പാടുണ്ട്, ബിജു പൊഴിയൂരുണ്ട്. നല്ല കൈഡി. എന്റെ കർത്താവേ, എന്നോട് എന്നാ ചതിയാ ഈ ചെയ്യുന്നേ? അപ്പുറത്തെ പിതാംബരങ്ങളിൽ എന്നാ കച്ചവടമാണെന്നും പറഞ്ഞ അടിപൊളി കച്ചവടമാവും കേട്ടോ. അത് കുറച്ചു പേരെ ഇങ്ങോട്ടൊന്ന് മാറ്റി താ. ഞാൻ മെഴുകിരി കത്തിക്കുന്നത് എന്നതിന് വേണ്ടിയിട്ടാ. കർത്താവിന് എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞാൻ മെഴുകിരി കത്തിക്കുന്നേ. ചായ കുടിച്ചില്ലേ? ഇതെന്നെ തണുത്തു പോയത് കൊണ്ടാണോ? എന്താ എന്നോട് പിണക്കമാണോ? എന്നാ ഈ ചായ ഞാൻ തന്നെ കുടിക്കും. ജയില തുള്ളാൻ പോകുന്നോടെ സമയമായില്ലല്ലോ. നീ ഇതാരായി പോന്നെ? എന്നെങ്ങോട്ടോ നീ എങ്ങോട്ടാണ് പോന്നെ? കൊച്ചിയിലായിരുന്നു ബ്രോ. പെങ്ങളുടെ വീട്ടില് പെങ്ങളും ഞാനും മറൈൻ ഡ്രൈവ് അവിടെ വെറപ്പ് വൈബായിരുന്നു ബ്രോ. ഷേടാ കട്ടപ്പന 16-ാം കണ്ടത്ത് ഒരു മൂലക്ക് ജനിച്ചവൻ 2 ദിവസം കൊച്ചി പോയി കഴിഞ്ഞപ്പോ അവന് നീ എവിടെയായിരുന്നു ഒരാഴ്ചയായിട്ട്? കൊച്ചിയിലായിരുന്നു ബ്രോ. എന്തിനാ പോയെന്നറിയോ? ഇല്ല. ഫണ്ടിങ്ങിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഫണ്ടിങ്ങിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അച്ഛൻ പനി മേടിച്ച് വീട്ടിൽ കടന്നപ്പോ അങ്ങേർക്ക് ഒരു പാരാസെറ്റമോൾ മേടിച്ചു കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ചോക്കിന്റെ അറ്റം വെട്ടി അതിന്റെ നടുക്കൊരു വരയിട്ട് അത് കൊടുത്ത് പനി മാറ്റിയവനാണ് നീ. നീ എന്തൊക്കെ ഫണ്ടിങ്ങിന്റെ ഇഷ്യൂ പറയാൻ നിൽക്കില്ലേ? ചായന്റെ കാര്യം നോക്കിയത് എന്റെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ട. ചായ വേണേ? ഈ ചായ ഒന്നും വേണ്ട. പിന്നെ ചായ ഇച്ചായനൊരു ധാരണയുണ്ട്. എന്റെ കയ്യിൽ നിന്ന് ആരും ലോട്ടറി എടുക്കത്തില്ലെന്നും ഈ ലോട്ടറി എടുത്തിട്ട് ആരും രക്ഷപ്പെട്ടിട്ടില്ലെന്നും. അത് തെറ്റാ ഇച്ചായ. നിന്റെ ഇന്ന് ലോട്ടറി എടുത്തിട്ട് ഇവിടെ ആർക്കെങ്കിലും അടിച്ചിട്ടുണ്ടോ? അത് ഇച്ചാനെ അറിയാൻ പാടില്ല ചേട്ടാ. ഇച്ചായ വൈറ്റില പാലം അതിന്റെ അടിയിൽ തെണ്ടി ജീവിക്കുന്ന ഒരുത്തൻ എന്റെ കയ്യിൽ നിന്ന് ലോട്ടറി എടുത്തായിരുന്നു. അവൻ അടിച്ചു 1 കോടി. അവൻ 1 കോടി അടിച്ചോ? പിന്നെ കേട്ടോ. അവനിപ്പോ പാലാരി വട്ടത്ത് കണ്ണായ സ്ഥലത്ത് കിടില 2 നില വീട് വെച്ച് അവൻ സന്തോഷമായിട്ട് ജീവിക്കല്ലേ അവൻ. ചന്ദ്രൻ പകലെങ്ങാനും വന്നായിരുന്ന? ഇല്ല, ചന്ദ്രൻ രാത്രിയിലാ വരുന്ന, പകല് സൂര്യനാ വരുന്നത്. അയ്യോ, പലിശക്കാരൻ ചന്ദ്രൻ ഇങ്ങോട്ടെങ്ങനെ വന്നായിരുന്നു? അവനെ ഒരാഴ്ചയായിട്ട് ഞാൻ കണ്ടിട്ടില്ലടാ. ഇല്ലില്ല, കണ്ടിട്ടില്ല. നിനക്ക് ചായ വേണോ? എനിക്ക് ചായ വേണ്ട ചായ. പിന്നെ എന്താ പ്രശ്നം? അച്ഛൻ ഒരു കാര്യം അറിയാവോ? അവന്റെ കയ്യിൽ നിന്ന് ഞാൻ എന്റെ ആധാരം പണയം വെച്ച് 2 ലക്ഷം രൂപ കടം മേടിച്ചു. അതുകൊണ്ട് 2 മാസത്തെ പലിശ ഇല്ലെന്നും പറഞ്ഞിട്ട് അവൻ ആ ജംഗ്ഷനിൽ വെച്ച് അവൻ നാട്ടുകാര് കാണാൻ എന്നെ അടിച്ച് ചവിട്ടിയിട്ട് താഴെ തള്ളിയിട്ട് എന്നിട്ട് അവന്റെ ബമ്പറിൽ കയറി പിടിച്ച് എനിക്ക് അവനോട് പ്രതികാരം ചെയ്യണം. അതിപ്പോ എങ്ങനെയാ നീ അവന്റെ പ്രതികാരം ചെയ്യാൻ? അവന്റെ കൈയുടെ ഒക്കെ വണ്ണം കിടക്കണം, ഇത്ര ഉണ്ട്. ഒറ്റ അടി അടിച്ചാ നീ നിലമ്പൊരു ചായ കിടക്കും. അവന്റെ ഒക്കെ നീ നേർക്ക് നേരെ ചെന്ന് പ്രതികാരം ചെയ്താൽ നടക്കത്തില്ല. പിന്നെ ഇപ്പൊ എന്താ വഴിയെന്ന് ചോദിച്ചു കഴിഞ്ഞാ വഴിയുണ്ട്. ഒരു വഴിയുണ്ട്. നീ ഒരാഴ്ചയായിട്ട് ഇവിടെ ഇല്ലല്ലോ. അവൻ ഇവിടെ വരുമ്പോ ഞാൻ അവനോട് പറയും നീ മരിച്ചു. ഇപ്പൊ ഞാൻ തന്നെ തെറ്റിപ്പോയല്ലോ. നീ മരിച്ചിട്ടില്ല, ഞാൻ പറയുന്നില്ലേ. നീ എന്നെ കൂടെ തെറ്റിക്കാതെ. നീ മരിച്ചു, നീ ആത്മഹത്യ ചെയ്തു എന്ന് ഞാൻ പറയും. എന്നിട്ട് നിന്റെ പ്രേതം ആത്മാവായിട്ട് അവൻ്റെ അടുത്ത് വരും, നിന്നെ അവൻ തീർക്കും എന്ന് അവനെ പറഞ്ഞ് ഞാൻ വിശ്വസിപ്പിക്കും. അവനാ വണ്ണവും പോക്കവും ഒക്കെ ഉള്ളു, പൂത്തി ഇത്തിരി കുറവാ. അവൻ വിശ്വസിച്ചെന്ന് തോന്നിയാ നീ ഒരു പ്രേതത്തിന്റെ ചേഷ്ടയൊക്കെ കാണിച്ചോണ്ട് ഈ ഫ്രണ്ടിലോട്ട് അങ്ങ് പറഞ്ഞ തൽക്കാലം നീ പുറകെ പോയിരുന്നാ മതി. ഇതെന്തുവാണ് ഇത്? ഇതൊന്ന് ഇങ്ങനെ അങ്ങോട്ട് കെട്ടിക്കോ. കറക്റ്റാ. നിന്നെ നിന്നെപ്പോ ഒരു പെണ്ണിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അത് ഞാനല്ല, അത് വേറെ ആരാണ്ടോ. എന്തല്ല
വാതന്ത്രി. ഒരാഴ്ചയായിട്ട് ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഇല്ല ആലപ്പുഴ കൊല്ലം ചിന്നക്കട അങ്ങനെ ഒന്ന് കറങ്ങി മൊത്തത്തിലേ. ആ ചില അവന്മാരെ ഇത് പൈസ മേടിച്ചിട്ട് മുങ്ങി നടക്കുന്നു. നമ്മുടെ റബ്ബർ പെട്ട നമ്മുടെ ജോണിയില്ലേ, ജോണി, അവന് ഒരു വർഷത്തിന് മുമ്പ് എന്റെ അടുത്ത് ഒരു 1.25 ലക്ഷം രൂപ മേടിച്ചാ. എന്നിട്ട് അവൻ നാട്ടിൽ വെച്ച് പലർത്ത് ചോദിക്കുമ്പോൾ ഇവൻ ഈ പൈസ തരത്തില്ല. അവസാനം ഞാൻ അറിഞ്ഞു എന്നെ പേടിച്ച് അവൻ കൊല്ലത്തേക്ക് മുങ്ങി. ഈ സംഭവം പറഞ്ഞു നേരെ കഴിഞ്ഞ ആഴ്ച കൊല്ലത്തിന് വെച്ച് പിടിച്ചു. പക്ഷേ ഞാൻ കൊല്ലത്ത് അവന്റെ വീടിന്റെ വാതിൽക്കൽ ചെന്ന് ഇറങ്ങിയതും ഫുള്ള് പൈസ പലിശ എടുത്ത് അവൻ എന്റെ കൈ തന്നു. ഇരിക്കുന്നു. അതെങ്ങനെ ഇവിടെ കിടന്ന് നിൽക്കേണ്ട ചോദ്യമൊക്കെ ചോദിച്ചിട്ട് പൈസ തരാത്തവൻ കൊല്ലത്ത് ചെന്നപ്പോ പൈസ തന്നത് എങ്ങനെ? കേട്ടിട്ടില്ലേ? ഇല്ല. കൊടുത്താൽ കൊല്ലത്തും കിട്ടും, പക്ഷേ ആലപ്പുഴ കിട്ടത്തില്ല. എന്താ? കൊടുത്താൽ ആലപ്പുഴ കിട്ടും, അങ്ങനില്ല. പക്ഷേ ഈ ആലപ്പുഴ കാലന്മാർ കൊല്ലത്ത് വരും, അവിടെ ഞാൻ പിടിക്കും. കാരണം എന്താ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. മനസ്സിലായി? ഞാൻ പിടിക്കും. ഞാൻ അങ്ങനെ പുതിയ ബൈക്കാണല്ലോ. എന്തോ പുതിയ ബുള്ളറ്റ്. ബുള്ളറ്റ് ഇപ്പൊ എടുത്തു. ബുള്ളറ്റ് എടുത്തോ? ബുള്ളറ്റ് ഇപ്പൊ എടുത്തൊന്നല്ല, ബുള്ളറ്റ് ഇപ്പൊ എടുത്തു, പുതിയതാണ്. കാശുണ്ടല്ലോ, ഈ ഇഷ്ടംപോലെ കാശുണ്ടല്ലോ, ഇഷ്ടംപോലെ കാശുണ്ട്. അതുകൊണ്ട് എനിക്ക് വിഷയമില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാ. അച്ഛന് വേറൊരു കാര്യം അറിയാവോ, എങ്ങനെ ഈ പൈസക്കാരനായെന്ന് അറിയാമോ? എനിക്കറിയത്തില്ല, ചിലതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും സത്യമാണോന്നില്ലല്ലോ. അതൊന്നുമല്ല സത്യം. കുഞ്ഞുനാള് പോലെ വീട്ടിൽ മദ്യപിച്ചു വരുന്ന അച്ഛൻ. കുഞ്ഞുനാള് പോലെ അച്ഛൻ കൊച്ചിലെ മദ്യപിക്കുമായിരുന്നു. കുഞ്ഞുനാള് പോലെ അച്ഛൻ മദ്യപിക്കുന്ന കാര്യമാണോ? പിന്നെ എന്റെ കുഞ്ഞുനാള് പോലെ വീട്ടിൽ മദ്യപിച്ചു വരുന്ന അച്ഛൻ, കണ്ടമാനം മദ്യപിച്ചു വന്ന് അമ്മയെ ഉപദ്രവിക്കുന്ന എന്റെ അച്ഛൻ, കുടുംബം നോക്കാൻ നടക്കുന്ന എന്റെ അച്ഛൻ, വൈകിട്ട് ഒരു സന്ധ്യാദീപം തെളിയിച്ച് ഒരു വിളക്ക് കത്തിച്ചു വെച്ച് ഞങ്ങളുടെ അച്ഛനെ മുച്ചാലും പ്രാകുന്ന ഞങ്ങളുടെ അമ്മച്ചി. എന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് മാനസിക നില തെറ്റിയ എന്റെ അമ്മച്ചി. പക്ഷേ ഇതെല്ലാം സഹിക്കാൻ കഴിയാതെ അവസാനം സാമിയായി മാറിയ ഒരു 20 പൈസക്കാരെ പയ്യൻ. ഒരുത്തനെങ്കിലും ദൈവ വഴിയിലെത്തിയല്ലോ, അതേതായാലും നന്നായി. അയ്യോ, ആ സാമിയല്ല, പിന്നെ സാമി. ആസാമി ഇടയ്ക്കൊക്കെ കീച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൈസയും കാര്യങ്ങളൊക്കെ റെഡി. അന്തര ഇതൊക്കെ ദൈവവിശ്വാസത്തിന്റെ ഒരു കളിയാണ്. ഇങ്ങനെയൊക്കെ പൈസ മേടിച്ച ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയണം. എന്റെ പൊന്നച്ചായ, ദൈവവിശ്വാസം എന്നോട് പറയല്ലേ. എനിക്ക് ദൈവമില്ല. അയ്യോ, ദൈവം എന്നൊരു അവരുടെ ശക്തി ഇല്ല ഇവിടെ. ദൈവം കഷ്ടപ്പെട്ട് എനിക്ക് പൈസ ഉണ്ട്, അങ്ങനെ ദൈവമുണ്ട്, ദൈവമുണ്ട്, ദൈവമുണ്ട്. ദൈവമില്ലെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു ദൈവമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു ദൈവമുണ്ടെന്ന്. എങ്ങനെ പറയും? ഈ ഭൂമി സൃഷ്ടിച്ചത് തന്നെ ദൈവമാണ്. 6 ദിവസം കൊണ്ടാണ് ദൈവം ഈ ഭൂമി സൃഷ്ടിച്ചിരിക്കുന്നത്. 6 ദിവസം കൊണ്ടോ? എന്റെ അച്ചായ പഞ്ചായത്തിൽ നിന്ന് ലൈഫിന്റെ 450 സ്ക്വയർ ഫീറ്റ് ഒരു പെര വെച്ച് തീർക്കാനായിട്ട് 1.5 വട്ടം എടുക്കും. അപ്പോഴാണ് ഇത്രയും വലിയ ഭൂമി. ഇത് വേറെ വല്ലതും പോയി പറയാം. അങ്ങനല്ല, ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈശ്വരനാണ്. സംഭവം ശരിയായിരിക്കും, സകല ജീവജാലങ്ങളെ തിരിച്ചത് ദൈവം തമ്പുരാൻ. പക്ഷേ എന്റെ പൈസ ഉള്ളത് ഞാൻ വിശ്വസിക്കത്തില്ല. അത് ഞാൻ വിശ്വസിക്കില്ല. ദൈവത്തിന്റെ കാര്യം പറഞ്ഞൊക്കെ തർക്കിക്കാൻ നിൽക്കരുത്. ഞാനിന്ന് വിശ്വസിക്കില്ല. ദൈവമുണ്ട്, സകല ജീവികളെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവമാണ്. അച്ചായ സമ്മതിച്ചു, പക്ഷേ അതിനകത്ത് ലോജിക്കില്ലാതാണ് ദൈവം സൃഷ്ടിച്ച് വെച്ചേക്കുന്നത്. അതെന്തോ ലോജിക്കില്ല? സംഭവത്തിൽ ലോജിക്കില്ല, ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ കൊക്ക ഇവിടെ മീൻ പിടിക്കണേ, കൊക്ക പാടത്തും പറമ്പിലും ഒക്കെ അല്ലേ, ചേറിലും അല്ലേ? ഈ പാടത്തും പറമ്പിലും ചേറിലും ചെളിയിലും ഇരുന്ന് മീൻ പിടിക്കുന്ന കൊക്കിന് വെള്ള കളർ. അപ്പൊ അത് അഴുക്കാവും. അതല്ലേ ലോജിക്കില്ല. ലോജിക്ക് നേരെ മറിച്ച് കാക്കയ്ക്ക് അത് അങ്ങനെ ആണേ ഓക്കെ, അത് ഓക്കെ. അല്ലെ ഇത് ലോജിക്കില്ല. വേറെ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഒരു ആന എന്ന് പറഞ്ഞാൽ എത്ര വലിപ്പമുണ്ട്? ഏകദേശം ഒരു 10-35 ടൺ വലിപ്പമുള്ള ആനയില്ലേ? ഉണ്ട്. ആനയ്ക്ക് എത്ര കാലുണ്ട്? 5 4. ഇത് മടങ്ങത്തില്ല. മൈ മിസ്റ്റേക്ക്. വെറും 4 കാലാണ് ഇത്രയും വലിയ ആനയ്ക്ക് ദൈവം തമ്പുരാൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിന്റെ 4.1% ഒരു 50 ഗ്രാം വെയിറ്റ് ഇല്ലാത്ത പഴുതാരയ്ക്ക് കൊടുത്തിരിക്കുന്ന 150 കാല്. എന്ത് വിരോധാഭാസമാണിത്? നേരെ മറിച്ച് ഒന്ന് ആലോചിക്കൂ, ആ പഴുതാരയുടെ അതിനകത്തുനിന്ന് 2 കാലെടുത്ത് ആനയ്ക്ക് കൊടുത്തിരുന്നെങ്കിലോ? ഈ പൂരപ്പറമ്പ് ഇന്ന് കാല് കഴിക്കുമ്പോ ആന കാര്യമുണ്ടോ? ലോജിക്കില്ല എന്ന് പറഞ്ഞതിൽ ഇപ്പൊ എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ചന്ദ്രൻ ഒരു ബുദ്ധിയെങ്കിലും ദൈവം തന്നേനെ ചിന്തിക്കാനുള്ള. അത് വിടെ. ആ ബേബി ഇങ്ങോട്ടായാലും വന്നായിരുന്നോ? ആരാ ബേബി ഇങ്ങോട്ടായാലും വന്നായിരുന്നോ? ബേബിച്ച നമ്മളെ വിട്ടു പോയടാ. അപ്പൊ അന്ന് അതെടുത്ത് തിന്നാന്നാ. എന്ത് ബേബിച്ച് വെച്ചാച്ച് പോയെന്ന് പറഞ്ഞു? ബേബിച്ച നമ്മളെ വിട്ടു പോയെന്നല്ല, ബേബിച്ച എവിടെ പോയെന്ന് പോയി? ബേബിച്ച നമ്മളെ വിട്ടിട്ട് പോയി. എന്റെ പൈസ മേടിച്ചിട്ട് 2 ലക്ഷം രൂപ അടിച്ച് അവൻ ഗൾഫിൽ പോകാൻ വിടാൻ ഞാൻ അവനെ. ഗൾഫിലല്ല. അത് കണ്ടോ? ആ നക്ഷത്രം കണ്ടോ? ആ നക്ഷത്രം അല്ലല്ല, ആ നക്ഷത്രം അവനല്ല. എന്താ? അവൻ എന്റെ നിഴൽവട്ടം കണ്ടാ ഓടുന്നവൻ. ആ നക്ഷത്രം ഞാൻ വന്നപ്പോ മല അവിടെ ഇതവനല്ല. ചന്ദ്ര അതല്ല പറഞ്ഞേ, നമ്മുടെ ബേബി ആത്മഹത്യ ചെയ്തടാ. സത്യം. അല്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടതാ. ഞാൻ കൊല്ലത്ത് പോകുന്നതിന് മുമ്പ് ഒരെണ്ണം കൊടുത്ത് ഞാൻ ജംഗ്ഷനിലിട്ട്. നീ അവനെ തല്ലിയില്ലേ? തല്ലിയെന്ന് വെച്ചാൽ എന്റെ പലിശ 2 മാസമായിട്ട് തരുന്നില്ലെന്ന്. നീ അവന്റെ ബമ്പറെ പിടിച്ചില്ലേ?
അല്ലത് പമ്പറെ പിടിച്ചു, ഞാൻ അവന്റെ വിൻവിനെ തൊട്ടില്ല. വേണമെങ്കിൽ എനിക്ക് കാരുണ്യെ പിടിക്കാൻ, ഞാൻ പിടിച്ചില്ല. ആ നിർമ്മല് ആ നിർമ്മൽ ഞാൻ കൊടുക്കാം. അവന്റെ കൂട്ടുകാരൻ നിർമ്മലാണ് ഇത്രയും വിഷയം ഉണ്ടാകും. കൂട്ടുകാരൻ നിർമ്മൽ, അവന്റെ കയ്യിൽ നിർമ്മൽ ലോട്ടറി ഉണ്ടായിരുന്നു, അത് നീ വലിച്ചു കയറിയില്ല. അത് വലിച്ചു കയറും. എനിക്ക് പലിശ എന്നെ പോന്നെ വരുത്തല്ലേ. അവൻ ആ ഒറ്റ സങ്കടം കാരണം നീ അവനെ ടൗണിലിട്ട് തല്ലിയെന്നും പറഞ്ഞ് അവൻ എറണാകുളത്ത് പോയി ട്രെയിൻ വട്ടം ചാടി ആത്മഹത്യ ചെയ്തടാ. ഈ മലമൂട്ടി ട്രെയിൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അത് പിന്നെ അവന്റെ സൗകര്യം. അല്ല ഇപ്പൊ നമ്മളെന്ത് പറയാൻ പറ്റും. പക്ഷെ ഞാൻ തല്ലിയതിന്റെ പേരിലൊന്നുമല്ല, അവൻ വേറെ വല്ല കേസിന് പോയി. ഒന്നുമല്ല, നീ തല്ലിയത് കൊണ്ട് മാത്രമാണ് അവൻ ആത്മഹത്യ ചെയ്ത്. മോനെ ചന്ദ്ര, ഇത് അപകടമാണ്. നീ സ്റ്റേഷനിൽ കയറാൻ പോകുന്നു, നീ ജയിലിനകത്ത് കടക്കാൻ പോകുന്നു. അവനെ തല്ലിയതിന്റെ വിരലടയാളം അതവന്റെ കവളത്ത് കാണും. പിന്നെ ഇത് കണ്ടോ, ഫിംഗർ പ്രിന്റ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നൊന്തോ? ഇല്ല. ഇങ്ങനെ അടിച്ചോളി ഞാൻ. അല്ലല്ല, നീ ഇങ്ങനെ അടിച്ചെന്ന് പറഞ്ഞ ഇല്ലെന്ന് ആണ്. അല്ലെ തന്നെ എന്റെ കൈ അടയാളം പറ്റാൻ ഞാൻ അവന്റെ ഷർട്ടിന്റെ ഇത് എങ്ങനെ അടിച്ച കൈ ഇത് കണ്ടോ, ഈ കയ്യിലെ രേഖ, ഈ രേഖ കണ്ടോ? ഈ രേഖ അവന്റെ ശരീരത്ത് പതിച്ചിട്ടുണ്ടെങ്കിൽ നീ അകത്താ മോനെ, അകത്ത്. പോലീസോ? ആ പോലീസ്. ഈ രേഖയുള്ളിടത്തോളം കാലം നീ അകത്താ. ചെട്ടിയാരി യന്ത്രത്തിന്റെയോ? ആ എട്ടിയാരി യന്ത്രം അകത്താ. ഇഷ്ടംപോലെ കാശോടെ. ആ എന്നെ വിരലടയാളം വെച്ച് പോലീസ് കൊണ്ടുപോകും. പോലീസ് കൊണ്ടു. നമ്മൾ ചിരിച്ച് ചാകുന്ന ചില രംഗങ്ങളാട്ടോ. ഈ വിരലടയാളം വെച്ച് പോലീസ് കൊണ്ടുപോകും. അങ്ങനൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. ഇല്ല. പോലീസ് നായ ഞങ്ങളുടെ വീട്ടിലോട്ടല്ലോ. പോലീസ് നായ മണം പിടിച്ച് വരുന്നത് എവിടെ ആയിരിക്കും? ചന്ദ്രന്റെ വീട്ടിൽ. പെർഫ്യൂമും എടുത്തില്ല. അല്ലല്ല, അങ്ങനൊന്നും പിടിക്കാൻ ഞാനൊന്നും ചെയ്തില്ല തമ്മിലെ. ഞാൻ ഒന്നുമല്ല, അവൻ വരും നിന്റെ എന്തിന് പ്രേതമായിട്ട് വരും. പ്രേതമായിട്ട് ഇഷ്ടംപോലെ കാശുള്ള എന്റെ പ്രേതമായിട്ട് വരാനായിട്ട് അല്ലേ? പ്രേതമായിട്ട് വരട്ടെ. അങ്ങനെ പ്രേതവും ഭൂതവും പിശാചും ഒന്നും ഈ രാജ്യത്തില്ല. അത് പറ. എടാ 16-ാം ഖണ്ഡത്തിൽ സിബിച്ചായന്റെ മകൻ വണ്ടി ഇടിച്ചു മരിച്ചോ? എത്രാമത്തെ കണ്ടിച്ചിലാണേലും എനിക്ക് അറിയേണ്ട കാര്യം. എടാ മരിച്ചു കഴിഞ്ഞ് സിബിച്ച പുറത്തോട്ട് പോയ പുറയുന്നൊരു വിളി അച്ഛാ. സിബിച്ച തിരിഞ്ഞു നോക്കിയപ്പോ ആരാ സിബിച്ചന്റെ മോനിങ്ങനെ നിൽക്കുക, ഇങ്ങനെ നിൽക്കുക. പ്രേതമായിട്ട് വന്നു, അച്ഛാന്ന് വിളിക്കുക. പ്രേതമുണ്ട് മകനെ, നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. ചെകുത്താൻ, പ്രേതം, ഭൂത, പിശാചുക്കൾ, ആത്മാക്കള് ഇല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വരും. അല്ലല്ല, അങ്ങനില്ല. നീ ഇങ്ങോട്ട് കയറില്ലേ? ദൈവത്തെ നീ പോ. ഞാനെന്തിനാ പേടിക്കുന്ന? ഈ ഭാഗത്ത് നീ വരില്ല. പോലെ കാശുണ്ട്. ഇങ്ങോട്ട് കയറില്ലേ? അവൻ വരും. അവൻ പ്രേതമായിട്ട് വരും. ഉറപ്പായിട്ട് അവൻ വരും. ഞാൻ പോവാ. ഇല്ല, ഞാനൊരു ഈ വന്ന കാലത്താണ് ഇവന്മാരിത്. ഇത് ഇത്ര നൂറ്റാണ്ട് എനിക്കറിയാൻ വയ്യ. ഏ കാലഘട്ടത്തിൽ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞു. അതും ഞാൻ ഇങ്ങനെ ഒരു അടി അടിച്ചപ്പോ എനിക്കത് വിഷയമില്ല. ഇഷ്ടം പോലെ കാശ്. ഇനി ഇവന്മാരങ്ങനെ പലത് പറഞ്ഞാൽ പോലും ഞാൻ കേട്ടോളിയാ. ചുമ്മാ തോന്നിച്ചത്. അജ്ജേ, എന്നെ ഇഷ്ടം പോലെ കാശിന് ഞാൻ പേടിക്കണേ. എനിക്ക് പൈസ ഇല്ല, പെണ്ണുമ്പിള്ള താലിമാല വിൽക്കും, അങ്ങനെ ഇഷ്ടം പോലെ കാശുണ്ടാക്കും. ഞാൻ പേടിക്കുന്ന എന്താ? അങ്ങനൊന്നും ഇല്ല. വെറുതെ നമ്മൾ മനുഷ്യന്മാരുടെ ഓരോരോ ഈ കെട്ട് നല്ലതായിട്ട് കെട്ട്. ചായ തരാടാ പിടയ്ക്കാതെ. അവിടെ വെള്ളമില്ല, പാല് വന്നില്ലെന്ന്. ചായ അല്ലെന്ന്. ആ ചായ അവനുണ്ട്. ആര് ഇപ്പൊ വന്നു? എവിടെ? ഞാൻ ഇവിടെ എന്തുവാണ് ഈ പറയുന്നത് ചന്ദ്ര? എന്നാ പറ്റി ചന്ദ്ര? എന്നാ പറ. എന്നാന്ന് പറ. അപ്പം വന്നിട്ടുണ്ട് നാദിക്കിന്. അച്ഛന് കാണാൻ പറ്റുന്നില്ലേ? ആര് വന്നെന്നാ പറയുന്നത്? നാദിക്കിന് ബേബി. എവിടെ? ഈ ബേബി എന്ന് അച്ചായ പോയി തിമരത്തിന്റെ ആയിരിക്കും ബേബി. നീ എന്തോ പറയുന്നേ? ചന്ദ്ര നിനക്ക് എന്നാ പറ്റിയെന്ന് പറ. അവ ഇവിടെ ആരുമില്ല, അവിടെ ആരുമില്ല. ചന്ദ്ര ഇല്ലെന്ന്. അവ എന്നെ കൊല്ലും. ഇല്ല, കൊല്ലത്തില്ല. എന്നെ കൊല്ലും. ഇല്ലില്ല. അവ എന്നെ കൊല്ലുന്നതിന് മുമ്പ്
എന്നീ പൈസ ഉണ്ട്, ഞാൻ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ അവൻ എന്നെ കൊല്ലും 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 അവൻ എന്നെ കൊല്ലും കൊല്ലും കൊല്ലുവേ. അയ്യോ അവന് വട്ടാണെന്ന് തോന്നണം. വട്ടാകട്ടെ നാട്ടുകാരുടെ പലിശ മേടിച്ച് തിന്നുന്നവനാ അവൻ. ഇച്ചിരി വട്ടാവട്ടെ. എന്നെ കൂടെ ശരിക്കും പേടിച്ചു പോയാ. ഞാൻ പേടിച്ചു പോയി നിന്നെ കണ്ട്. ആണോ? അങ്ങോട്ട് പോടാ. നിന്റെ ആധാരം ഞാൻ മേടിച്ചു വരും അവന്റെ. ഉറപ്പാണ് അച്ചായ. പക്ഷെ നീ ഓവറാക്കരുത്. കറക്റ്റാണ്. ഇല്ല. നീ ഓൻ വരും. അവൻ എപ്പോഴാ എവിടെ ഓടിയടാ അവൻ? പേടിച്ചു അതിന് പൊക്കണം. പാർവണേന്ദുമുഖി പാർവതി ഗിരീശ്വരന്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു. പാർവണേന്ദുമുഖി പാർവതി ഗിരീശ്വരന്റെ ചന്ദ്ര ചന്ദ്ര ദേ, ചന്ദ്ര അമാവാസി കറുത്തവാവിന്റെ അന്ന് ചന്ദ്രൻ ഓലക്കീറിന് ഇടയിൽ കൂടെ നോക്കണം ഞാൻ കണ്ടു. അമാവാസിയുടെ അവിടെ എപ്പോഴാണ് ചന്ദ്രനെ കാണാൻ പറ്റുന്നത്? രാത്രി തേങ്ങാ പിരിക്കാൻ അവൻ കയറിയിരുന്നപ്പോൾ ഓലയുടെ കൂടെ കണ്ടു. ചന്ദ്ര ഞാൻ കാണും. എന്ത്? അച്ചായ കുഴപ്പമോ? ഒരു കുഴപ്പമില്ല. അവൻ അത് തന്നെ വേണം. അച്ഛാ എനിക്ക് ആധാരം വാങ്ങി തരുന്നത് ഉറപ്പാണ്. ആധാരം എവിടെ ഇരിക്കുന്നു അറിയത്തില്ല. ആധാരം എവിടെയാന്ന് എനിക്കറിയത്തില്ല. അതിനകത്ത് കാണും. അതിനകത്താണെന്ന് തോന്നുന്നു. വരുന്നുണ്ടോ നോക്കണം. നോക്കണേ. നോക്കാം. ദേ, വരുന്നു. ചന്ദ്ര 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 എന്താ ചന്ദ്ര? നാളെ രാവിലെ സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞു. ആര്? ഞാൻ അടിച്ച പെട്ടെന്ന് പോയിട്ട് ഭാവനി പോയി. ചന്ദ്ര എവിടെ പോവാ? അച്ഛായ ആധാരം നോക്ക. അച്ചായ നോക്കിട്ട് അവൻ വരുന്നുണ്ടോ നോക്കണേ. അച്ഛന്റെ ദൈവം ഞാനാണ്. അല്ല അച്ഛ എന്റെ ദൈവമാണ്. കുതിരയാണോ? പഴശ്ശി രാജാവും ഡൽഹോസി പ്രൂവായിട്ട് യുദ്ധം നടക്കണം. എന്നെ വിളിച്ച് എടാ ഞാൻ പോകുന്നില്ല, ഞാൻ ഇപ്പൊ വീട്ടിലിരിക്കല്ലേ, ഞാൻ പോത്തില്ല വരുന്നെങ്കിൽ വാ. കാരണം ഇന്ത്യ വിട്ടു കൊടുക്കാൻ വലിയ പ്രശ്നം നടന്നോണ്ടിരിക്കുക. ഏലവും കുരുമുളകും കൊണ്ടുപോകും അത്രേ. വരുന്നുണ്ടോ എന്റെ കൂടെ? ഞാൻ വരുന്നില്ല. വരുന്നന്റെ വാ കുരുത്തപ്പുറത്ത് കയറാം. ഇല്ല വേണ്ട. വേണമെങ്കിൽ വന്നാ മതി. അങ്ങോട്ട് മാറി. എന്തോ പെറുക്കിയെടുക്കുന്നേ? ഏലം. ഡൽഹോസി പ്രൂവിന്റെ ചാക്ക് കീറിയിട്ട് അതിനൊന്ന് ഏലം മീൻ കിടക്കുക. ഇത് പെറുക്കിയെടുത്താൽ ഇന്ത്യ നമ്മുടെ ഇരിക്കും. പക്ഷെ ഈ കേസ് ഞങ്ങളുടെ അച്ഛനോട് പറയരുത്. എനിക്ക് രണ്ടച്ഛനുണ്ട്. ഒരെണ്ണക്ക് പച്ച കളറ്, ഒരെണ്ണം ഒരു മാനിറം. നിങ്ങൾക്ക് അച്ഛനുണ്ടോ? എനിക്ക് അച്ഛനുണ്ട്. മഞ്ഞ കളർ അച്ഛനെ തരട്ടെ. വേണ്ട എനിക്കൊരു ചാര കളർ അച്ഛനുണ്ട്. പക്ഷേ ഞാൻ ഇല്ല ഒന്നുമില്ല. ഞങ്ങളുടെ അമ്മച്ചി കടലിൽ പോയി. എന്നിട്ട് കൊമ്പനെ കിട്ടിയില്ല, കുത്തി കിട്ടി. വന്നോ? കുതിരയെ അവിടെ എത്തിക്കണേ. എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഇഷ്ടം പോലെ കാശ്. ആധാരം ഞാൻ നോക്കാം. ഇതാണോ? ഇതായിരിക്കും ആധാരം. ഇത് ആധാരം. ആധാരം കിട്ടിയില്ലേ? കിട്ടി. എനിക്ക് തരണ്ടെങ്കിൽ നന്നേക്കണം. ഞാൻ ആ പാലൊന്ന് വാങ്ങിച്ചോണ്ടേ. ശരി. എടാ സതീഷേ. എടാ നീ എവിടെടാ? എടാ ഞാൻ ആ ചന്ദ്രനെ പേടിച്ചിട്ടേ കുറച്ചു നേരം ഞാൻ എറണാകുളത്തായിരുന്നടാ. ഞാൻ ചന്ദ്രനെ ഇപ്പൊ കണ്ട് എന്റെ കയ്യിൽ ആധാരവും തിരിച്ചു വാങ്ങി. ഞാൻ നമ്മുടെ പീറ്റർ അച്ചായന്റെ കടയിലെ ഫ്രണ്ടിലുണ്ട്. പീറ്റർ അച്ചായന് ഞാനും കൂടെ സംസാരിച്ചാലേ ആധാരം വാങ്ങിയത്. നീ ആരാ കടയിലോ നിൽക്കണെന്ന്? എടാ നമ്മുടെ പീറ്റർ അച്ചായന്റെ തട്ടുകടയില്. പീറ്റർ അച്ഛന്റെ തട്ടടയിലാ? ഓ ആരെ കൊണ്ടോടാ? അവിടെ ഞാനും പീറ്റർ അച്ചായനും നമ്മൾ അങ്ങോട്ട് വരാതിരിക്കല്ലേ? നിനക്കെന്താടാ മുഴുത്ത് ഭ്രാന്താടാ? അതാ പീറ്റർ അച്ചായൻ മരിച്ചിട്ട് 4 ദിവസമായിടാ. പീറ്റർ അച്ചായ 4 ദിവസമായെന്ന്. കളിക്കല്ലേ? ബേബിച്ചോ ചായ എടുക്കട്ടെ? അയ്യോ കിടില സ്കിറ്റ് എന്ന് പറഞ്ഞാൽ കിടില സ്കിറ്റ്. ഒരു ഉഗ്ര കൈഡിയാവാം. കിടുക്കി അല്ലേ? ഇടുക്കി കാശുള്ളവനാ ഞാൻ. ശ്യാമേ, എന്തോ ബിജു രാഷേ, എന്തോ ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. ഒന്നുമില്ലാത്തൊരു ചെറിയ സാധനമാണ് അത് ഇത്രയും മനോഹരമാക്കി തുടക്കം തൊട്ട് അവസാനം വരെയും നിങ്ങൾ ഒരു ശകലം പോലും ഗ്യാപ്പ് കൊടുക്കാതെ ചിരികൾ നിറച്ച് കൊണ്ടുപോയി ഒരു ഗംഭീര ക്ലൈമാക്സോട് കൂടി അത് അവസാനിപ്പിക്കുകയും ചെയ്തു. ശ്യാമാണ് ഇതിൻ്റെ നെടും തൂണ് എന്ന് പറയുന്നത് കേട്ടോ. കാര്യം അത് പറയാതിരിക്കാൻ പറ്റില്ല. ശ്യാം അങ്ങനെ കളിക്കണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന രണ്ടുപേരും അതേ പവറിൽ തന്നെ നിൽക്കണം. എങ്കിലേ നിനക്ക് അത്ര റേഞ്ചിൽ കയറി കളിക്കാൻ പറ്റുള്ളൂ. അത് അവരുടെയും കൂടെ സപ്പോർട്ടിൻ്റെ ബലമാണത്. നിങ്ങളുടെ ടീം നല്ലൊരു ടീമാണ്. ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ. നമ്മുടെ പ്രേക്ഷകർക്ക് ഞങ്ങൾക്കും ഒക്കെ ഇഷ്ടമാണ്.
ബിജുവിന്റെ ഒത്തിരി കാലത്തെ ഒരു സങ്കടം ഇന്ന് നിറവേറ്റി. ഒരു നേർച്ച. ആദ്യം മനസ്സിലായില്ല, ആദ്യമായിട്ടാണ് കോസ്റ്റ്യൂം ഒന്നും കൊടുത്തില്ലെന്ന്. ആടിന്റെ കോസ്റ്റ്യൂമുകാർ വരെ ഇനി തരികയില്ലെന്ന് പറഞ്ഞില്ലേ. പക്ഷെ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. പക്ഷെ വേറെ സത്യം അറിയാക്കേ, എന്താ ഈ ഷർട്ടിന്റെ അടിയിൽ ഒരു ബ്ലൗസ് ഇട്ടിട്ടുണ്ട്. ഒരു പുള്ളിയുടെ ഒരു മനസ്സന്തോഷത്തിന് വേണ്ടിയല്ലേ. അങ്ങോട്ട് പറ്റണത് ഒരു രക്ഷയില്ല. ഇനി എന്താ പറയേണ്ടത് അറിയത്തില്ല. ഗംഭീരമായിട്ട് നിങ്ങൾ വന്ന അന്ന് മുതൽ ഇന്ന് വരെയും നിങ്ങളുടെ ആ ഒരു പവർ നിങ്ങൾ ഈ വേദിക്ക് വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സമ്മാനിച്ചു. അതിൽ ബിഗ് സല്യൂട്ട് നിങ്ങൾക്ക്. ഇങ്ങനെ തന്നെ ആവണം നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയും. ഇതേപോലെ പവർ ആയിരിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു പ്രചോദേട്ടാ. ശ്യാം, രാജേഷ്, ബിജു, സംശയമില്ല ഈ ക്രിസ്മസ് നിങ്ങൾ തൂക്കിയെന്നാണ്. ആയം ഗംഭീരമായിരുന്നു. കാര്യം തെരഞ്ഞെടുത്ത വിഷയം എന്ന് പറയാം. കാര്യം വന്നത് ഹൊറർ കോമഡി എന്ന് പറയുന്ന ഒരു സാധനം. തട്ടുകടയിൽ നമ്മൾ ഒരുപാട് പരിപാടികളിൽ വന്നു പോയെങ്കിലും നിങ്ങൾ ആ തെരഞ്ഞെടുത്ത സബ്ജക്റ്റിന് ആദ്യം ഒരു ഗംഭീര കൈയ്യടി തരുന്നു. ഉഗ്ര സബ്ജക്റ്റായിരുന്നു. പിന്നെ നിങ്ങൾ 3 പേരും മത്സരിച്ചായിരുന്നു കേട്ടോ. കാര്യം കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടുക്കി വെച്ച് ഒന്നാം ശ്യാമിൻ്റെ ഇഷ്ടം പോലെ കാശിനുള്ള സാധനമുണ്ടല്ലോ, അത് നമുക്കിവിടെ ഫീൽ ചെയ്ത ഇഷ്ടം പോലെ കൗണ്ടർ എന്നുള്ള രീതിയിലാണ്. കാര്യം അമ്മാതിരി പരിപാടിയായിരുന്നു. അത് രാജേഷ് സൈലൻ്റ് ആയിട്ടൊന്ന് വളരെ സീരിയസ് ആയിട്ടും സംസാരിക്കുന്നെങ്കിലും രാജേഷ് അടിക്കുന്ന കൗണ്ടറുകളെല്ലാം ഗംഭീര കൗണ്ടറുകളാണ്. അതുപോലെ ശ്യാം വന്നിട്ട് ആ സ്റ്റാൻഡ് വെച്ച് സ്റ്റാൻഡിൽ ആദ്യം കാല് ഇതായി കഴിഞ്ഞതിന് ശേഷമുള്ള റിയാക്ഷൻ പരിപാടി തൊട്ട് തുടങ്ങി. പിന്നെ ഈ ആന പഴുതാര ചില എക്സാമ്പിൾ പറയുന്നു, അതൊക്കെ ഉഗ്രൻ. അതുപോലെ ബിജുവിനെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ബിജു ഒട്ടും ഓവറല്ല. കറക്റ്റായിട്ട് ബിജു കറക്റ്റ് മീറ്റർ പിടിച്ച് വേണമെങ്കിൽ നമുക്ക് അറിയാം ഒരു പ്രേതമായിട്ട് വന്നിട്ട് ചിലപ്പോൾ സൗണ്ട് ഉണ്ടാക്കാൻ ചിരിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം. പക്ഷേ ബിജുവിൻ്റെ മീറ്റർ ഇവരുമായിട്ട് കളിക്കുമ്പം അതെങ്ങനെ ആ മീറ്റർ ഉൾക്കൊള്ളണോ അത് കറക്റ്റായിട്ട് ബിജു ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. തട്ടുകടയാണെങ്കിലും നിങ്ങളുടെ കൗണ്ടറിന് 5 സ്റ്റാർ ഹോട്ടലിൻ്റെ നിലവാരമുണ്ട് എന്ന് ഞാൻ വെടിക്കെട്ട് സാധനമായിരുന്നു. വെടിക്കെട്ട് ഉഗ്ര. എനിക്ക് തോന്നുന്നത് ഒരു നെഗറ്റീവും പറയാനില്ലാത്ത ഒരു സ്കിറ്റായിരുന്നു. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഇവർ രണ്ടുപേരും സപ്പോർട്ട് കിടില സപ്പോർട്ടായിരുന്നു കേട്ടോ. നിങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യം ശ്യാമു വന്നേക്കുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സംഭവങ്ങൾ പറയണതും നമ്മൾ ആ ഹൊററിലേക്ക് അടുപ്പിക്കുന്നതും ഇനി എന്താവും എന്നൊക്കെ. കാരണം നമുക്ക് ഇതുകൊണ്ട് വർക്കൗട്ട് ആവുമോ? കാരണം ഈ പ്രേതം വന്ന് പേടിപ്പിച്ചാൽ ഒരു കർച്ചീഫും കെട്ടി വന്നാൽ പ്രേതം വന്ന് പേടിപ്പിച്ച് ഇയാൾ പേടിക്കുമോ? കാരണം ഇയാളുടെ വരവ് ശരിക്കും ഒരു പലിശക്കാരൻ്റെ വരവ് തന്നെയായിരുന്നു. ആ വന്ന വരവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി ഒരിക്കലും ഇയാൾ പേടിക്കൂല. കാരണം പിന്നീടാണ് ഈ പുള്ളിക്കാരാവാൻ ഞാൻ പേടിക്കണം, എനിക്ക് പൈസ ഉണ്ടല്ലോ ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ പോണത് പേടിയിലേക്കാണ്. പിന്നെ ഈ പ്രേതത്തിനെ കാണുമ്പോൾ എങ്ങനെ പേടിക്കും എന്നുള്ള. പക്ഷേ പ്രേതത്തിനെ കണ്ട് ഇല്ല ചേട്ടാ, ഇതൊരുപാട് നമ്മൾ അമ്പിളിച്ചാട്ടനാണ് ഇതൊക്കെ ഒരുപാട് ഉപയോഗിച്ചാണ് കണ്ടു നിന്നിട്ടും ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് ഞെട്ടണത്. പക്ഷേ ഇത് 100% കേട്ടോ. അവിടെ തൊട്ട് സ്കിറ്റ് കയറിയിട്ട് എൻ്റെ പൊന്നളിയന്മാരെ ഒരു രക്ഷയില്ല, കിടിലായിരുന്നു. പിന്നെ വേറെ ദിവസം ക്ലൈമാക്സ് ഇവർ പറഞ്ഞാണെങ്കിൽ പോലും ഞാൻ എടുത്തു പറഞ്ഞു, കാരണം പറയാതിരിക്കാൻ പറ്റില്ല. ക്ലൈമാക്സ് ഗംഭീര ക്ലൈമാക്സ് ആണ്. ഇത്രയും നല്ല ഗ്രാൻഡായിട്ട് നിൽക്കുമ്പോൾ ക്ലൈമാക്സ് എങ്ങനെ എത്തിക്കുമോ എന്നുള്ളതാണ്. പക്ഷേ ക്ലൈമാക്സിൽ നമ്മളെ കിടുക്കി കളഞ്ഞ് നമ്മളൊന്നും മനസ്സിൽ ചിന്തിക്കാത്തൊരു സംഭവം നിങ്ങൾ കൊണ്ടുവന്ന് കിടിലോസ്കി അടിപൊളി. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. അപ്പോ കൊടുക്കാം, മാർക്കിലേക്ക് പോ. ആരാണ് ആദ്യം കൊടുക്കുന്നത്? എത്ര? ഞാനൊരു 20,000 രൂപ ആദ്യം. 20,000 രൂപ. എന്നാൽ ഞാനും ഒട്ടും കുറയ്ക്കുന്നില്ല, ഞാനും 20,000 കുറയ്ക്കും. 40,000 രൂപ ആയിട്ടുണ്ട്. ബാക്കി ടോട്ടൽ എമൗണ്ട് തൃശ്ശൂരുകാരുടെ സ്പെഷ്യൽ സ്നേഹം. ആദ്യം ഒരു പ്രേതത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അതെ, ഇഷ്ടം പോലെ കാശ് കിട്ടി പറയും. അല്ല, നമ്മള് എഴുതുമ്പോഴും 3 പേരുടെ ഒരു ഒരുമയാണ് സ്കിറ്റിന്റെ വിജയം. നമ്മളെ ഇപ്പം ശ്യാമിനോടാണെങ്കിലും എടാ അത് വേണ്ട എന്ന് പറയുമ്പോൾ ശ്യാമും ആദ്യം നോക്കിയാലും അത് വേണ്ടെന്നാ എന്ന് പറയും. പിന്നെ ഇവരുടെ ഒക്കെ പ്രോത്സാഹനവും എല്ലാം കൊണ്ടാണ് നമ്മുടെ സ്കിറ്റ് ഇങ്ങനെയൊക്കെ പോകുന്നത്. ഒരുപാട് സന്തോഷം. അങ്ങനെ തന്നെ പോട്ടെ. നമസ്കാരം. എന്ത് തോന്നുന്നു? ദൈവാധീനമാണ് അത്. നമ്മുടെ ചിലപ്പോൾ നന്നാവും. ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ പ്ലാൻ ചെയ്തപ്പോഴേ പറഞ്ഞത് ഇത് ഒരു ബിസിനസ് ചെയ്യുന്ന പോലെ. കാരണം ഇത് ഇത്രയും പൈസയുള്ള സാധനം നമ്മൾ ഇറക്കുക, വിജയിച്ചു, പൊളിഞ്ഞാൽ പൊളിയും. കാരണം ഇത് ഇങ്ങനൊരു കളിയാണല്ലോ ഈ പ്രേത. ഇത് അവിടെ ഇരിക്കുന്നവർ കിട്ടിയില്ലെങ്കിൽ പോവും. കിട്ടിയാലും അല്ലെങ്കിൽ ചട്ടി. അതാണ്. പക്ഷെ നമുക്കൊരു വിശ്വാസമുണ്ട് അത് നന്നായിട്ട് വരും എന്നുള്ള ആ വിശ്വാസം ദൈവം തമ്പുരാൻ തന്ന് സഹായിച്ചെന്തായാലും
പക്ഷേ ഇഷ്ടം പോലെ കാശ്. എനിക്കാണെങ്കിലേ ഇവ സ്റ്റേജ് വെച്ച് നമ്മൾ ചിരിപ്പിക്കും. ഞാൻ പല റിഹേഴ്സലിൽ ഞാൻ പറഞ്ഞെടാ, ഞാൻ പ്രേതമായിട്ട് എനിക്ക് ചിരിക്കാൻ പറ്റൂല, എനിക്ക് മസിൽ പിടിച്ച് നിൽക്കാതെ പറ്റും. ഞാൻ ഇങ്ങനെയൊക്കെ വന്ന് ഞാൻ ചിരിക്കാതിരിക്കാൻ പറ്റപ്പാട് എനിക്കും ഇടയ്ക്ക് ചിരിക്കാൻ വന്നപ്പോ ശ്യാം പറഞ്ഞ കെട്ടിച്ചുരുടെ മുറുക്കി കെട്ടുന്ന ഒരു കാര്യം കൂടി, ഈ ആൺവേഷം കെട്ടിട്ട് എങ്ങനെയുണ്ട്? ഏതാണ് കുറച്ച് ഇഷ്ടം തോന്നുന്ന, അഭിനയിക്കാൻ ഇഷ്ടം തോന്നുന്ന ഏത് വേഷം കെട്ടുമ്പോഴാണ്? ആൺവേഷം കിട്ടിയ ഐശ്വര്യം കണ്ടില്ലേ? തീർച്ചയായിട്ടും. അല്ല, പെൺവേഷം കിട്ടിയതിലും നിങ്ങൾ ഇതേപോലെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അല്ല, സത്യം പറഞ്ഞാൽ ഉള്ളില് ബ്ലൗസ് ഇട്ടിട്ടുണ്ടല്ലേ? ഇല്ല ഇല്ല, അയ്യോ ഇത് ഇന്നർ ട്രീ ആണ്. അതന്നെ ചോദിച്ചത്. ഇനി അവതാരം ഞാനിത് സത്യം അതിപ്പോ ഇത് ഇട്ടിട്ടില്ലെങ്കിൽ പോലും ഒരു കാര്യം പറഞ്ഞവിടെ, ഇതുപോലത്തെ ഒരു പെണ്ണിനെ ഞാൻ എവിടെയോ ഞാൻ പറഞ്ഞു ഇതുപോലൊരു പെണ്ണിനെ എവിടെ കണ്ടു. എന്തായാലും 1,00,000 സന്തോഷം. ഇനി അടുത്ത സ്കിറ്റും ഇനി അങ്ങോട്ടുള്ള സ്കിറ്റുകളെല്ലാം 1-1.5 അടിക്കാറായിട്ട് പോട്ടെ. എന്റെ ഒരു കുറെ നാളുണ്ടല്ലോ ആഗ്രഹമായിരുന്നു. ഓക്കെ, ഇഷ്ടംപോലെ. അപ്പൊ ഓക്കെ, ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. സന്തോഷവും സങ്കടവും ഒരുമിച്ച് വന്നൊരു സന്ദർഭത്തിലാണ് ഞാൻ നിൽക്കുന്നത്. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കഴിഞ്ഞ 3 എപ്പിസോഡായിട്ട് ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറയിലൂടെ നമ്മുടെ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു സെഗ്മെന്റ്, അതും വെറും 1, 2, 3 എപ്പിസോഡിനകത്ത് നാട്ടിലെ കോമഡിക്കാർ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിനെ ആഘോഷമാക്കിയതിന്റെ ഒരു സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം. സങ്കടം, ഈ തുടങ്ങിയ 3 എപ്പിസോഡിലും ഞാൻ ഇല്ലായിരുന്നല്ലോ എന്നുള്ളതാണ് എൻ്റെ സങ്കടം. കാര്യം ഒന്നാമത്തെ ദിവസം മുതലേ ഉണ്ട് ഇവിടെ, പിന്നെ ഈ ഐറ്റം വേറയുടെ കുടുംബത്തോടൊപ്പം ഉണ്ട്. പക്ഷെ ഇത്രയും നല്ലൊരു സെഗ്മെന്റ് ലോഞ്ച് ചെയ്യുന്ന ആ ദിവസം, ആ 3 എപ്പിസോഡ്, ആ ഒരു ദിവസത്തെ ഷൂട്ടിന് എനിക്ക് വരാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടമാണ്. ആ സങ്കടം ഇന്ന് ഞാൻ മാറ്റാൻ പോവാണ്. ഇന്നാണ് എനിക്കതിനെപ്പറ്റി ഒരു ഇൻട്രോ പറയാൻ കിട്ടുന്നത്. ഒരുപാട് ആൾക്കാർ ഒരുപാട് ആഗ്രഹിച്ചിട്ടും എനിക്കൊരു വേദി കിട്ടുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് കലാകാരികളുണ്ട്. ഞാൻ പറയുന്ന ആർട്ടിസ്റ്റുകളെ പറ്റി ഒന്നുമല്ല കേട്ടോ, സാധാരണ ആൾക്കാർ. എല്ലാ ദിവസവും ജോലിക്ക്, പലതരം ജോലിക്ക് പോകുന്ന, ഇപ്പൊ തൊഴിലുറപ്പിന് പോകുന്ന അമ്മമാരുണ്ടാവും, ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാരുണ്ടാവും, വളരെ സാധാരണക്കാര ആൾക്കാർ. അവർക്കുള്ള വേദിയാണ് ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ നാട്ടിലെ കോമഡിക്കാർ. അപ്പൊ അത് ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് വന്നത് കോഴിക്കോട്ട് നിന്നാണ്. കാലിക്കറ്റുകാരാണ്, 3 അമ്മമാരാണ് വന്നിരിക്കുന്നത്. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക്, ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറയിലേക്ക് ലെറ്റ്സ് വെൽക്കം പുഷ്പലത അമ്മാൻ ടീം. എടി വസുമതിയേ, ഇങ്ങോട്ട് വരുന്നുണ്ടാ? ഞാൻ എന്തിനാ ഇവളേക്ക് ഇങ്ങനെ നേരം വിളിക്കുമ്പോ വിളിക്കുന്നത്? ഇവൾക്കൊക്കെ എന്താ പോരേല് പണിയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഇന്റെ കെട്ടിയോൻ പോരേലുണ്ട്. അയ്യോ, ഇന്റെ കെട്ടിയോൻ പോരേലുണ്ടായോ പിന്നെ അയ്യോ, ഞാനൊരു പണി എടുക്കണ്ട. ഇന്റെ ഈ കയ്യിലല്ല, ഈ കൈവെള്ളല്ല ഇന്നിങ്ങനെ കൊണ്ട് നടക്കണതേ. അയ്യോ, തൊഴിലുറപ്പിന് വരുമ്പോ സാധനം മാറിപ്പോയി. അയ്യോ, ഇന്ന് എനിക്ക് പൂര തെറിയൊക്കെ എന്റെ പോരെ ചെന്നാല്. അയ്യോ, ഞാൻ എത്തി. അല്ലടി, ഇജന്റെ പോരെന്നല്ല ഇങ്ങോട്ട് വരുന്നത്, അല്ലാതെ അമേരിക്കയിൽ നിന്നല്ലല്ലോ. ഞാനാണെങ്കിൽ ഇവിടെ വാൽമ തീ പിടിച്ച് നിക്കുക. ഈ രംഗാദഹനൊക്കെ കഴിഞ്ഞിട്ടാ വരുന്നത്. ഈ വളിച്ച കോമഡി പറയല്ല, നോക്കിയാ ഇന്റെ കെട്ടിയോന്റെ പണി സാധനം കൊണ്ടാ ഞാൻ വന്നിരിക്കുന്നത്. എടി, ഇനി വൈകുന്നേരം പോകുമ്പോഴേ പഞ്ഞ് കൈമ തിരികെക്കൊണ്ടേ. അതെന്തിനാടി? അതെ, അറിയില്ലേ ഇവളെ ഭർത്താവ് എന്തൊക്കെ പറഞ്ഞു പച്ചത്തെറിയല്ലേ വൈകുന്നേരം വന്നാ പറയാ. എടി ഈ നാട്ടുകാരോടൊന്ന് പറഞ്ഞിട്ട് ഇന്നിങ്ങനെ പേടിപ്പിക്കല്ല. പേടിപ്പിച്ചതല്ലടി, ഞാനൊരു സത്യം പറഞ്ഞല്ലേ. എന്താ ഇന്നത്തെ പണിന്ന് പറഞ്ഞ ഇന്നാ ADS എന്താ പറഞ്ഞ അമ്മക്കൊരു മഴക്കുഴി ഉണ്ടാക്കണം നീ. അല്ല, അപ്പൊ അതിന്റെ നീളം വീതി ഇപ്പൊ എത്രയായിരിക്കും? ഇതിപ്പോ ടൈലറോട് വെക്കണ്ടേ? ഞാൻ ആ കുഴീന്റെതാ ചോദിച്ചത്. കുഴീന്റെ കാര്യം അതിന്റെ നീളം വീതിയും കണക്ക് കൂട്ടി കണ്ടുപിടിക്കണം. അയ്യോ, ഇതിന്റെ നീളം വീതിയും കണക്ക് കൂട്ടി കണ്ടുപിടിച്ചിട്ട് കണക്ക് പരീക്ഷയ്ക്ക് വന്നതല്ല ഞാനിവിടെ തൊഴിലുറപ്പ് എടുക്കാൻ വന്നതാ.
എന്റെ തന്നെ ഇജ്ജി വൃത്തിയായിട്ട് കാണിക്കല്ല വസുവാ. ഞാൻ ഇപ്പൊ എന്ത് വൃത്തിയാടാ കാണിച്ചേ? ഇജ്ജിങ്ങനെ തുപ്പുന്നെ കൈമ തുപ്പിയതോ? അതെ ആ. ഇങ്ങനെ ഇങ്ങ് തുപ്പി ഒന്ന് ഒരതി എന്റെ മോളെ ഈ കൈക്കോട്ടൊന്ന് ഇങ്ങനെ പിടിച്ചാല് ആ. പശ വെച്ച് ഒട്ടിച്ചോണം അവിടെ നിക്കടി. എടി ഈ കാര്യം എനിക്ക് കൊറേ മുമ്പ് എന്നോട് പറഞ്ഞൂടേനെടി. ഞാൻ എന്റെ മക്കൾക്ക് എന്തോരം പശ വാങ്ങിക്കൊടുത്തെന്ന് എനക്കറിയോ? അല്ലേ ഇനിയിപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. ഇങ്ങോട്ട് നോക്ക്. ആ. നോക്ക് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒട്ടിക്കാം. ആ. പണിയെടുക്കാൻ നോക്ക്. ആ. ശോ. എടി ഈ പണി കഴിഞ്ഞാലേ ആ. ഇനിയിപ്പൊ എങ്ങോട്ടേക്കാ? അന്നെ ഞാൻ എവിടേക്ക് പണിക്ക് കൊണ്ടാലും ഇജ്ജക്കിട്ട് പണി തരലുണ്ടല്ലോ. എടി ആ. ഡേ, ഡേ. ഇജ്ജ് മിണ്ടാതെ പണിയെടുക്കാൻ നോക്കടി. അല്ലടി ഒരു കാര്യം. ആ. ഈ രാമന്റെ മോളെ ആ. ഏ ഇജ്ജ് അവിടെ വെച്ച ഇപ്പൊ എന്തോന്ന് പറഞ്ഞല്ലോ. ഏ ആ. ആ രാമന്റെ മോൾ ഒളിച്ചോടി പോയത് അറിയോന്ന്? അയ്യോ ഈ എന്റെ തന്നെ ഈ അനാവശ്യം പറഞ്ഞ നാട്ടുകാര് കേട്ട എന്താ വിചാരിക്കുക? ആ ആ നാട്ടുകാരായിട്ടപ്പൊ എന്താ വിചാരിക്കാന്ന്? ആ രാമന്റെ രണ്ടാമത്തെ മോള് 10ാം ക്ലാസ്സിലെ പ്ലസ് പാസ്സായി. ഈ അതറിഞ്ഞീനോ? ഈ അത് നാട്ടുകാരോട് പറഞ്ഞീനോ? അയ്യേ, ഈ A+ കിട്ടിയത് പറഞ്ഞ് നടക്കുന്നതിനേക്കാളും റീച്ചേ ഒളിച്ചോടി പോയി പറഞ്ഞത്. അയ്യോ എടി എന്തോ ഒരു മുതലാണെടി. ഞാൻ മുതലാണെങ്കിലേ ചീങ്കണ്ണേ കൊത്താൻ നോക്ക്. അയ്യോ ഇപ്പൊ കൊത്താൻ പോവുക. നമ്മള് കൊറച്ചേറി ഇരിക്കടി. ഒന്നും വന്നിരുന്നോ? അയ്യോ ഇരുന്നപ്പോ എന്തേരു പൊട്ടലും ചീറ്റലും കേട്ടത്? ഓ, അതൊന്നും പറയണ്ടടി. എന്റെ മുട്ടിന് തേയ്മാനാണെന്ന് ഡോക്ടർ പറഞ്ഞത്. ഏടി ഇങ്ങോട്ട് നോക്കിയായി അതേത് ഡോക്ടറെ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. അയ്യോ ഓർത്തോക്കടൂ. ആഹാ, ഈ ഓർത്തോ ഡോക്ടറാണ് എന്നോട് പറഞ്ഞത് മുട്ടിന്റെ ചേട്ട 2 മാറ്റി വെക്കണം. അയ്യോ തേങ്ങക്കൊക്കെ ഇപ്പൊ എന്താ വില? ചിരട്ടയും കൂടെ കിട്ടാനില്ല. എടി അനക്ക് 2 തേങ്ങേനെ ചിരട്ട ഞാൻ തരുന്നുണ്ട് മാറ്റിയ. അല്ലടി എന്താ കുത്തിരിക്കുമ്പോ അനക്ക് ഇങ്ങനെ ഒരു അസ്വസ്ഥത? അല്ലടി ഇജ്ജ് നേരക്ക് ഇരിക്കടി അവിടെ. അല്ല പരുണ്ടോ എനിക്ക്? അവന്റെ പരുവൊന്നല്ല. ആ ഞാൻ നാളെ ഇഞ്ചക്ഷൻ എടുക്കാണ്ടേന് ആസ്പത്രിയിൽ പോയി. സൂചി അങ്ങോട്ട് കയറ്റുമ്പോ ഒന്ന് വളഞ്ഞു പോയി. അയ്യോ പാവ എന്തോ ഒരു കഷ്ടായി പോയി. നല്ലടി ഈ തൊഴിലുറപ്പിന് പോയതിന്റെ ശേഷം ഞാൻ മര്യാദക്കൊന്നും ഇതുകൊണ്ട് കുത്തിരുന്നില്ല. പാവാണ്. അവിടെ തഴമ്പാന്നാ പറഞ്ഞത്. അയ്യോ ആനപ്പുറത്ത് കുത്തിരിക്കുന്നോടൊക്കെ തായമ്പ് ഞാനിവിടെ കേട്ടിട്ടുണ്ട്. അയ്യോ തൊഴിലുറപ്പിന് വരുന്നോക്കൊക്കെ തായമ്പുണ്ട്. നിങ്ങളാരെങ്കിലും കേട്ടിക്കിനോ? ആക്കെ പോട്ടടി എന്താന്ന് തിന്നാൻ കൊണ്ടോന്നേ? ഞാനിന്നൊന്നും കൊണ്ടോന്നില്ലടി. ഇന്നെന്റെ കെട്ടിയോനാണ് അടുക്കളയെ കേറിയത്. മൂപ്പർക്കാണെങ്കിൽ ഈ ചോറുണ്ടല്ലോ അതിങ്ങനെ പ്ലേറ്റിലേക്ക് ഇട്ടാലുണ്ടല്ലോ ദേ സല്യൂട്ട് അടിച്ച് നിക്കണ മതി. എന്താ നേരെ തിരിച്ചാ സല്യൂട്ട് അടിക്കുന്നതാ? അല്ല മൂപ്പർക്ക് കൊഴഞ്ഞെടുക്കണം. അതിങ്ങോട്ട് പ്ലേറ്റിൽ വിളമ്പിയാല് ഒന്ന് കൊയച്ചൊന്ന് വടിച്ചെടുത്തിട്ട് വളരെ ഒറ്റയേറ അതവിടെ നിക്കും. അയ്യോ കെട്ടിയോന് തേപ്പാ പണിയല്ലേ? അത് മനസ്സിലായില്ല. അതൊക്കെ മാറ്റ ഇല്ല മാന്തല്ലടി കൈക്കോട്ടെ. എല്ലാ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പുറമാതി കളിക്കുക. പ്രയർ ചെയ്താ ഞങ്ങള് 2 ആളും മാത്രല്ലേ ഉള്ളൂ. എന്തൊക്കെ പണി ഞങ്ങൾ എടുക്കണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ? പ്രാർത്ഥന ചൊല്ലിയോന്നാ ചോദിച്ചത്. ADS വാഴുന്ന മാഡമേ ഞങ്ങളെ പണിയൊന്നും പോകാതെ നോക്കണേ. സമയത്ത് ചായയും നൽകണേ. ഞങ്ങളെ വഴക്കൊന്നും പറയാതെ നോക്കണേ. പാടത്തും പറമ്പിലും പോകണേ. നല്ല മണക്കുഴി കൊണ്ടുവാൻ നിൽക്കണേ. ഞങ്ങളെ മഴക്കൂഴി വീഴാതെ കാക്കണേ. അല്ല ഇന്ന് ഒരു പണി എടുത്തില്ല. ഇവിടെ വന്ന് ഇരിക്കലാണോ പണി? ഒരേടിയസേ ഞങ്ങൾ ഒന്നിച്ചിരി നാട്ടു നിവർത്തിയതാണ്. ആ ആലേരിക്ക് അങ്ങോട്ട് പോയി അവിടെ നല്ലോ നിവർത്തി തരും നടു. ഏടിയസ ഈ കണ്ട പണിയൊക്കെ ഞങ്ങൾ എടുത്തില്ലേ. ആ തെങ്ങിന്റെ തോട്ടിലൊന്ന് ഞങ്ങൾ തണൽ തിരുന്നു പോയതാണ്. ആഹാ മണ്ണല്ലാതെ തെങ്ങിന്റെ തോട്ടിലാണ് നിങ്ങൾക്ക് തണല്? അത് ഓരോന്നോണ പറഞ്ഞ് തെങ്ങ് മാറിപ്പോയതാ ഏടിയച്ചേ. അത് ശരിട്ടോ. അല്ല നിങ്ങൾ കുഴിച്ച കുഴിയൊക്കെ എവിടെ? അങ്ങോട്ട് നോക്കി. ഇതിങ്ങനെയൊന്നല്ല.
ഇത് ആഴവും വീതി നീളൊക്കെ ഷെയ്പ്പൊക്കെ വേണ്ടേ? അപ്പൊ ഏടിയസ് നിങ്ങളിനെന്താ ഇങ്ങനെ ഫാഷൻ ഷോ ഉണ്ടാവുക? ഉടായിപ്പൊക്കെ നിർത്തിയിട്ടേ പണിയെടുക്കാൻ നോക്കിയിട്ടാ. അല്ല നിങ്ങൾ രണ്ടാളൊന്നും കൂടി മാറി ഇവിടെ നിൽക്കി. പണി നിർത്താൻ പറഞ്ഞല്ല. ഒരു കാര്യം പറയാണ്ടേ, കലോത്സവം വരികയാണ് നിങ്ങൾക്കുള്ള. അപ്പൊ അതിലേക്ക് എന്തെല്ലാം പരിപാടികൾ നിങ്ങൾ അവതരിപ്പിക്കുക? ഏടിയസേ, ഞാനൊരു പാട്ടിനും ഒരു ഡാൻസിനുണ്ട്. കട്ടുമ്പോ കുത്തുന്ന നിക്കറുണ്ട് അവളപ്പൊ ഡാൻസ് കളിക്കാൻ പോണത്. അല്ല, ഞാനൊരു ലിസ്റ്റ് വായിക്കാം. ലളിത ഒരു ഗാനം. ലളിത ഗാനം പാടലല്ലേ? സരള എടയ്ക്ക. ആ ഇടയ്ക്ക് വരുന്ന സരളല്ല, ഇടക്ക കൊട്ടട്ടല്ലേ. പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അത് ചവിട്ടുനാടകാണ്. അതിൽ നിങ്ങളെ രണ്ടാളെ പേരില്ലല്ലോ. അപ്പൊ ഇവിടെ ചവിട്ടി പുറത്താക്കിയടിയോന്. എനിക്കൊരു വേറിട്ട ഡാൻസ് അറിയുന്നാല്. അതേത് വേറിട്ട ഡാൻസ്? അത് വെറൈറ്റി എന്നാണ് ഓൾ ഉദ്ദേശിച്ചത്. അപ്പൊ ആ ഡാൻസ് ഒന്ന് കളിക്ക്. ഓട്ടം തുള്ളലാണ്. എന്നാ 2 തുള്ളല് തുള്ളി. ഓട്ടം തുള്ളലിൽ പലതും പറയും, ഇത് കണ്ടാരും ഇത് കണ്ടാരും ഇത് കണ്ടാരും. ഇതില്ലേ ഇത്തിരി വടിയും വെച്ചിട്ട് ഇത്തിരി വടി വെച്ചിട്ട് ഇങ്ങനെ ആവൂലേ ഏഡിയസ്? അല്ല, വെച്ച് കെട്ടില്ലാത്ത ഒരു ഡാൻസ് ഒരു 2 സ്റ്റെപ്പ് വെച്ചാട്ടെ. അത് പിന്നെ വെച്ച് കെട്ടില്ലാത്ത ഡാൻസ് വസോ നമ്മള് പണ്ട് സ്കൂളിൽ നിന്ന് കളിച്ചില്ലേനോ വസോ? അതേത് ഡാൻസ് ആടി? എടിയും മണിച്ചേട്ടന്റെ ഒരു പാട്ട് കളിച്ചില്ലേനോ? ആണക്ക് ഓർമ്മയില്ലേ? എന്നാ പിന്നെ തുടങ്ങിയാലോ? നിർത്തി 2 സ്റ്റെപ്പ് വെക്കാൻ പറഞ്ഞു. പല്ലവി അനുപല്ലവിയും കൂടെ കളിച്ചു. ഓരോന്നും കൂടെ കളിച്ചില്ലല്ലോ. ആര്? ആ പല്ലവി അനുപല്ലവി ഒക്കെ തന്നെ. മതി ഡാൻസും കൂത്തൊക്കെ മതി. പണിയെടുക്കാൻ വാ. നിങ്ങൾ എന്നല്ലപ്പോ ഞങ്ങളെ കൊണ്ട് കളിയൊക്കെ കളിപ്പിച്ചത്. എന്നിട്ട് ഞങ്ങൾ ഇനി പണിയെടുക്കാൻ ഞങ്ങൾ പണിയെടുക്കൂല. അതെന്താ? അത് പിന്നെ ഏഡിയസേ, ഞങ്ങൾ ഇനി കലോത്സവം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡാൻസ് കളിക്കും. അതുവരെ ഞങ്ങൾക്ക് റിഹേഴ്സൽ. അപ്പൊ ശമ്പളം അത് ഏഡിയസ് തരൂ. ഞാനോ? അയ്യോ, ഈ കോഴിക്കോട്ടുകാർക്ക് നമ്മുടെ നാട്ടിലെ കോമഡിക്കാർ സെഗ്മെന്റിലെ വന്ന 3 അമ്മമാരാണ്. ഒരു നല്ല ഗൈഡ് ആവാം. തൃശ്ശൂരിന്റെ വക കാലിക്കറ്റിന് നമുക്ക് ആദ്യം ഇവരൊന്ന് പരിചയപ്പെടാം അല്ലേ? കഴിഞ്ഞിട്ട് ബാക്കി കാര്യം. ഹലോ, എന്തൊരു വരുവാണ് വന്നത് ഇങ്ങനെ നിന്നത്? എന്താ പേര്? എന്റെ പേര് ഉമ. ആ, ഉമ്മാമക്ക് കാലിക്കറ്റ് ആണല്ലേ? കാലിക്കറ്റ്. എന്നെ നോക്കൂ. കാലിക്കറ്റ് എവിടെയാണ്? കാലിക്കറ്റ് ഞങ്ങൾ വെസ്റ്റീൽ എന്ന് പറയും. വെസ്റ്റീല്. വീട്ടിലാരൊക്കെ ഉണ്ട് ഉമ്മാമ്മയുടെ? ഞാനും മകനും മരുമകളും മാത്രമേ ഉള്ളൂ. ആണോ? അവര് വന്നിട്ടുണ്ടോ കൂടെ? ഇല്ല, വന്നില്ല. കുറച്ച് അധികം ദിവസം ജോലി ഉണ്ടായിരുന്നു നമുക്ക്. ഞങ്ങൾക്ക് നല്ല സന്തോഷമായിരുന്നു ഗ്രൂമിങ്ങിന്. എല്ലാരും ഞങ്ങളെ സഹായിച്ചു. ഇപ്പൊ ഞങ്ങൾക്ക് നല്ല പ്രായമുണ്ട്. അപ്പം ബാക്കിയെല്ലാ മക്കളും പ്രായം ഇല്ലാത്തവരാണ്. പക്ഷെ ഈ പ്രായമുള്ളതൊന്നും നമുക്ക് ഇവിടെ നിന്നിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ. പെർഫോമൻസ് എന്തായിരുന്നു? വന്ന ഇന്റർവ്യൂ കണ്ടില്ലേ? അതെ അതെ. എന്താ പേര്? എന്റെ പേര് ഗീത. ഉമാമ ഗീതാമ വെസ്റ്റീലിൽ തന്നെയാണോ? അല്ലല്ല, ഞാൻ കോഴിക്കോട് രാമനാട്ടുകരയിലാ. കോഴിക്കോട് രാമനാട്ടുകര. അടിപൊളി. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഇപ്പം ഭർത്താവ് 2 മക്കളും. മൂന്നാളാണ്. മൂത്ത മോളെ കല്യാണം കഴിച്ചു. അവളെ താഴെ 2 കുട്ടി. ഉമ്മാമയ്ക്ക് ജോലിയുണ്ടോ വേറെ? ഞാൻ ടീച്ചറായിരുന്നു, പ്രൈവറ്റ് സ്കൂളിലായിരുന്നു. ഈ കൊറോണ സമയത്ത് ആരും വണ്ടിയിൽ കൊണ്ടാക്കാനില്ല എന്ന് പറഞ്ഞപ്പോ മകൻ പറഞ്ഞ അമ്മ തന്നെ പോവണ്ട പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ നിർത്തിയതാണ്. വീട്ടില് ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഒരു 10ഓളം കുട്ടികൾ ട്യൂഷൻ ഉണ്ട്. എന്താ വിഷയം? എന്താ? എല്ലാ വിഷയത്തിലും എല്ലാ വിഷയം എടുക്കണം. 10th വരെയുള്ള മക്കൾക്ക് എടുക്കാറുണ്ട്. ആണോ? അടിപൊളി അടിപൊളി. ഹസ്ബൻഡിന്റെ പേര്? ഹസ്ബൻഡ് ഇപ്പൊ ഇല്ല, വിശ്വനാഥൻ ആയിരുന്നു, ടീച്ചറായിരുന്നു അദ്ദേഹം. ഗീത ചേച്ചിയിലേക്ക് ഇതാ പറഞ്ഞോ. അപ്പൊ നമ്മള് രാമനാട്ടുകരയാണ്. ജോലിയുണ്ടോ? ജോലിയില്ല, ഞാൻ ഹൗസ് വൈഫായിട്ടാണ്. ഭർത്താവിന് ജോലി ഉണ്ടായിരുന്നു. ഇപ്പൊ കമ്പനിയിൽ നിന്നൊക്കെ പോകുന്നതാണ്. പിന്നെ ഞാന് പാട്ടാണ് എന്റെ ഒരു കുട്ടിക്കാലം മുതൽക്ക് എനിക്ക്. ഈ പാട്ട് പാടാനല്ലാതെ അപ്പൊ ഈ അഭിനയത്തിലേക്ക് വന്ന എന്താണ്? അതിപ്പോ ഈ ഫ്ലോറിൽ കയറണം എന്നുള്ളൊരു മോഹം ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ വന്നതാണ്. അപ്പൊ അങ്ങനെ ഇപ്പോഴും ഇങ്ങനെ പാടിയോണ്ടിരിക്കുക തന്നെയാണ്. അത് ഞങ്ങള് നിർത്തൂല. അത് നമ്മുടെ ഈ ഇത് വരെ ഉണ്ടാവും. നല്ലൊരു ഉഗ്രം കലാകാരി. രാമനാട്ടുകരയിലെ സകല കലാ വല്ലഭിയാ. ഹലോ ഏഡിയസ്. എന്താ പേര്? പുഷ്പലത. എവിടെ? കാലിക്കറ്റ് എവിടെയാ? കാലിക്കറ്റ് വെസ്റ്റീന്ന് ഉള്ളോട്ടാണ്. അപ്പൊ ഞങ്ങൾ അയൽവാസികളാ. വേറെ ജോലിയുണ്ടോ? എനിക്ക് ടൈലറിംഗ് ടീച്ചറായിരുന്നു. അത് കൊറോണ സമയത്ത് അതിപ്പോ അവിടെ നിർത്തി. ഇപ്പൊ വീട്ടിൽ നിന്ന്
തയ്ക്കുന്നുണ്ട്. വീണ്ടും ഓ തയ്ക്കുന്നുണ്ട്. തയ്ക്കുന്നു. ഹസ്ബൻഡ് മരിച്ചിട്ട് 12 വർഷമായി. ആഹാ. 3 മക്കളാണ്, 2 ആണും 1 പെണ്ണും. എന്താ മക്കള്? മൂത്ത മകൻ സൗണ്ട് എഞ്ചിനീയർ ആണ്. അവന് കോഴിക്കോട് കൊയിലാണ്ടിയില് സ്റ്റുഡിയോ ഉണ്ട്. ലിജിത്ത് എന്ന മകന്റെ പേര്. രണ്ടാമത്തെ മകൻ ഫാബ്രിക്കേഷൻ. അവന്റെ കൂടെ ഞാന്. മകളെ കല്യാണം കഴിച്ച യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക്. എല്ലാവർക്കും ഓരോ ചെറുമക്കളുണ്ട്. എന്ത് അല്ലേ പലതും ജീവ ചോദിക്കൂലെന്ന് ടീച്ചർ അറിയാം. നിങ്ങൾ 3 പേരും കൂടെ എങ്ങനെയാണ് ഒരു കമ്പനി? എന്റെ അനിയത്തിയാണ് ഇവള്. അനിയത്തിയാണ്. അത് പറഞ്ഞില്ല മക്കളുടെ അത് പറഞ്ഞില്ല. അല്ല നിങ്ങൾ രണ്ടുപേരും ഈ ഒരു ബന്ധം പറഞ്ഞില്ല. അലൂമിനിയം ഫാബ്രിക്കേഷൻ വരെ പറഞ്ഞു. അതെ അതെ. മൂത്താടെ പേര് ലിജിത്ത്. എന്റെ മൂത്ത ചേച്ചിയാണ്. എന്റെ നേരെ മൂത്ത ചേച്ചി. ഒരു ചേച്ചിയും കൂടെ എന്റെ മൂത്തതുണ്ട്. അവരായിരുന്നു ഇവിടെ വരാൻ വിചാരിച്ചത്. അവരെ ഹസ്ബൻഡ് മരിച്ചിട്ട് 5 മാസമായിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ ഏതായാലും ഉമ്മച്ചേച്ചിനെ വിളിച്ചതാണ്. നിങ്ങളെ പോലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാട്ടിലെ കോമഡി എന്ന് പറയുന്ന ഈ സെഗ്മെന്റ് വെച്ച് കോമഡിക്കാർ. അപ്പൊ അത് നിങ്ങൾ ഗംഭീരമായിരുന്നു അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം വന്ന 4 ടീമുകളും ഗംഭീരമായിരുന്നു. കാരണം ഒന്നിനൊന്നും മെച്ചമായിരുന്നു. ഈ വേദി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വന്ന് പെർഫോം ചെയ്യാം. നിങ്ങൾ 3 പേരും ഇപ്പോഴാണ് ഈ ഫ്ലോറിലാണ് ഒന്നിക്കണത്? അല്ലെങ്കിൽ നാട്ടിലെ എന്തെങ്കിലും സ്കിറ്റുകൾ നാടകങ്ങളൊക്കെ നിങ്ങൾ 3 പേരും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ആദ്യമായിട്ടാണ്. നിങ്ങളുടെ കോമ്പിനേഷൻ അടിപൊളിയാണ്. കാരണം നിങ്ങളൊന്നും തെറ്റിച്ചിട്ടില്ല. നിങ്ങൾ കുറച്ച് കൗണ്ടറുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന എനിക്ക് മറ്റത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം SSLC ജയിച്ചതല്ല, റീച്ച് കൂടുതൽ മറ്റതിനാന്ന് പറയില്ലേ, അത് ഒരു ആനുകാലിക പ്രശ്നം. അത് നിങ്ങൾ എടുത്തു പറഞ്ഞു അതങ്ങനെയാണ് അല്ലേ? അത് ഉഗ്രം ബ്രില്യന്റ് ആയിട്ടുള്ള തമാശയായിരുന്നു കേട്ടാ. ഓ പറഞ്ഞോ. അത് ഞങ്ങൾക്ക് ഇവിടുന്ന് തന്നതാണ്. അതാരാ പറഞ്ഞത്? അർജുൻ സാർ. അല്ല ഞാൻ അറിഞ്ഞത് അർജുനാണ്. അർജുൻ ഡയറക്ടർ. അടിപൊളി. അല്ല എന്ത് റീച്ച് ആവണമെന്ന് അർജുന അറിയാം. എവിടെ റീച്ച് ആവുന്ന അറിയാം. പ്രചോദേട്ടാ, ഞാൻ ശരിക്കും ഇവിടെ ഇരിക്കുന്നില്ല, ഞാൻ അങ്ങോട്ടങ്ങ് വരാം. വായോ. തീർച്ചയായിട്ടും നമ്മൾ ഈ നാട്ടിലെ കോമഡിക്കാർ എന്ന് പറഞ്ഞ് ഈ ഒരു വേദി ഒരുക്കി കൊടുക്കുന്നു. ഇവിടെ വന്ന് നിങ്ങൾ പെർഫോം ചെയ്യുന്നു. ഈ പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മൾ അന്തം വിട്ടു പോകുന്ന രീതിയിൽ ഒരു സ്കിറ്റ്, അതായത് ഒന്നും തെറ്റിക്കാതെ വളരെ പെർഫെക്റ്റായിട്ട് ചെയ്തതിനാണ് ആദ്യം കൈയടി തരുന്നത്. പിന്നെ ജീവ, എനിക്ക് തോന്നിയത് ഇവർ വന്ന് നിന്നല്ലോ, ഈ 3 ക്യാരക്ടേഴ്സ് വന്ന് നിൽക്കുമ്പോൾ തന്നെ ഇവരുടെ സ്കിറ്റ് കംപ്ലീറ്റ് ആയി അല്ലേ? പിന്നെ ഇവർ എന്ത് പറഞ്ഞാലും കൈയടിക്കും. കാര്യം ഇവരുടെ സ്ലാങ് ഭയങ്കര രസമാണ്. കോഴിക്കോട് സ്ലാങ് ഭയങ്കര രസമാണ്. നിങ്ങൾ 3 പേരും മനസ്സറിഞ്ഞ് ഇവിടെ പെർഫോം ചെയ്തു എന്നുള്ളതാണ്. കാരണം ഇല്ലെങ്കിൽ ഇത് ചീറ്റിപ്പോവും. ടൈലറാന്ന് പറഞ്ഞു, സാരിയൊക്കെ എന്ത് ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ? അല്ലേ? ഈ ഒരു സ്കിറ്റ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നല്ല, ഒരുപാട് പേര് കളിച്ചിട്ടുണ്ട്, സൂപ്പർ മെഗാ ഹിറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ 100 കളിച്ചേക്കണത്. അതുകൊണ്ടാണ് ഇത് എടുത്തു പറയണത് കേട്ടോ. അല്ല, ഇനിയിപ്പോ ഞങ്ങൾ മാത്രമല്ല, ലോകത്തുള്ള മലയാളി പ്രേക്ഷകരെല്ലാവരും അതെ നിങ്ങളുടെ ആരാധകരായി തീരും. എന്താ ഒരു ഇനി നാട്ടിലെ ഫ്ലെക്സിന്റെ ബഹളമായിരിക്കും. ഇവിടെ പതുക്കെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. കാര്യം പറഞ്ഞ ഈ വേദിയിൽ എന്ന് പറയാൻ 3 പേരുടെ കണ്ണൊക്കെ ഇതേ കണ്ണാടി അല്ലേ? സന്തോഷം കൊണ്ടാ. ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ ഇവിടെ വന്ന്? ഇപ്പൊ നാട്ടിലെ കൂട്ടുകാരികളോടും നാട്ടിലെ ആളുകളോടൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ പെർഫോം ചെയ്യാൻ പോവുകയാണെന്ന്. കുറച്ചാൾ സസ്പെൻസ്. എല്ലാരും അറിയണ്ട, TV കാണാ നിങ്ങളുടെ സസ്പെൻസ്. ഇനി ധൈര്യമായിട്ട് അവരുടെ മുഖത്ത് നോക്കി പറയാ, ഞങ്ങൾ പോയിട്ടുണ്ട്, വരും ഈ ദിവസം എന്ന് കാത്തിരിക്കുക. പ്രാർത്ഥനാ ഗീതമൊക്കെ തെറ്റാൻ ഇത്രയും കറക്റ്റ് ആയിട്ട് അത് പ്രാർത്ഥന ഞങ്ങൾ കുട്ടിക്കാലം മുതൽക്കേ ചൊല്ലുന്നതല്ലേ പാട്ട്. ഈ പ്രാർത്ഥനയാണോ? അല്ല, ഇതല്ല പ്രാർത്ഥനയും ചൊല്ലിയിട്ടുണ്ട്. അല്ല, സ്കൂളിൽ പഠിക്കുമ്പോ ഞങ്ങൾ തന്നെ പ്രാർത്ഥന ചൊല്ലാറ്. അത് പാട്ട് അറിയുന്നവരെ കൊണ്ട് പ്രാർത്ഥന ചൊല്ലിപ്പിക്കും. അപ്പൊ എത്രയോ സ്കൂൾ അത് ആദ്യം തൊട്ടേ ഞങ്ങള് പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലി പഠിച്ച്, പിന്നെ അതിന്റെ കൂടെ ഞങ്ങള് പാട്ടും പഠിച്ച്, അങ്ങനെ 2 പേരും കൂടെ. ഉമ്മച്ചേച്ചിക്ക് എന്തോ നന്നായിട്ട് പറയാണ്ടട്ടാ ചേച്ചി. ഭയങ്കര ഞാൻ നോക്കുമ്പോ കണ്ണൊക്കെ നിറഞ്ഞു. വളരെ എന്താ പറഞ്ഞോളൂ. പറഞ്ഞോ ചേച്ചി, പറഞ്ഞോ. ഒന്നുമില്ല മോനെ. എവിടെന്ന് പറഞ്ഞോ, കുഴപ്പമില്ല. ഒന്നുമില്ല, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫ്ലോറിൽ വരുന്നത്. ഞാൻ ടീച്ചറാണ്, കുറച്ച് സീരിയസ് ഉള്ള ആളുമാണ്. ആ സീരിയസ് ഉള്ള ആളാണോ വിളിച്ചോണ്ട് വന്നതുണ്ടോ?
ഞാൻ 1-ാം ക്ലാസ് മുതൽക്ക് 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ട്യൂഷൻ എടുത്ത് ആ സീരിയസിൽ തന്നെ അത് 10-ാം ക്ലാസ്സിനോടായാലും 1-ാം ക്ലാസ്സിനോടായാലും ഒരേ സീരിയസിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. കാരണം കുട്ടികൾ നമ്മളെ വിശ്വസിച്ച് തരുന്ന കുട്ടികളല്ല, അപ്പൊ അവരെ പഠിപ്പിച്ച് വിടണം. അപ്പൊ ആ ഒരു സീരിയസ് വിടാണ്ട് പിന്നെ അടുത്ത പ്രാവശ്യം ട്യൂഷൻ എടുക്കാൻ വരുമ്പോ അവര് പറയും "എടി, കൈക്കോട്ടായിട്ട് വന്ന് നിൽക്കണേ ഞാൻ വന്നു." അല്ല ടീച്ചർ വരുമ്പോഴേ പിള്ളേർ എഴുന്നേറ്റ് നീ പ്രാർത്ഥന ഗീതം പാടും. അല്ല ടീച്ചർ അതൊന്നല്ല, നമ്മൾ ഈ ഫ്ലോറിൽ ചെയ്യേണ്ട കാര്യം വളരെ കറക്റ്റായിട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. കാരണം കലാകാരന്മാരും നമ്മളെ വീട്ടിൽ നമ്മൾ തമാശ പറയാനല്ല, തമാശ പറയേണ്ട സമയത്ത് തമാശ പറയുള്ളൂ, അത്രേ ഉള്ളൂ. അത് മാത്രം കരുതിയാൽ മതി. അപ്പൊ നമുക്ക് എന്നാ ഏതായാലും അവർക്ക് സന്തോഷമായി, നമുക്ക് സന്തോഷമായി. ഇനി മാർക്കിലേക്ക് അങ്ങ് പോയാലോ? അതെ, ഞാനെന്നാ ഇവിടുന്ന് പോയാലോ? പ്ലീസ് സർ, ബൈ. അപ്പൊ പിന്നെ നമുക്ക് സ്കിറ്റിന് എത്ര മാർക്ക് കിട്ടിയെന്ന്, എത്ര പൈസ കിട്ടുമെന്ന് നോക്കിയാലോ? നസീർക്കാണോ? അല്ല, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നാൽ നമ്മൾ മാർക്കിനല്ല ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. മാർക്ക് ഇന്ന് എത്ര കിട്ടിയാലും അത് വേറെ വഴിക്ക് പോക്കോട്ടെ. പക്ഷെ ഇന്ന് അവരുടെ ആഗ്രഹം ഇവിടെ സഫലമായ ദിവസമാണ്. അതിന്റെ സന്തോഷത്തിനുള്ള ഒരു മാർക്ക് മാത്രമേ ഇന്നുള്ളൂ. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ പൈസ ഞാൻ ഐശ്വര്യമായിട്ട് കൊടുക്കാം. ഞാനൊരു 6000 രൂപ അങ്ങോട്ട് തരികയാണ്. 6000 രൂപ പ്രചോദേട്ടാ. അപ്പൊ ഞാൻ 3 പേർക്കും ക്രിസ്മസ് അടിച്ചു പൊളിക്കാൻ വേണ്ടി ഞാനും ഒരു 6000 രൂപ. അവ 2 പേരുടെ 12000 വന്നു. അതെ, ഇതൊരു പ്രൈസ് മണി ആയിട്ട് കൂട്ടണ്ട. നിങ്ങളുടെ പെർഫോം കിടിലായിരുന്നു. ഇനിയാണ് 1 ലക്ഷം 2 ലക്ഷം ഒക്കെ വരാൻ പോണത്. പിടിച്ചോ, ബാക്കി പിടിച്ചോട്ടാ. ടോട്ടൽ എമൗണ്ട് ഇവിടെ 25,000 രൂപ. ഇതൊരു തുടക്കമായിട്ട് കണ്ടാൽ മതി. ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിങ്ങളുടെ ഈ വേദിയിൽ വരണമെന്നുള്ളത്, അത് സാധിച്ചു. ഇനി അങ്ങോട്ട് നല്ല നല്ല സ്കിറ്റുകളായിട്ട് നമുക്ക് അല്ല ടീച്ചർമ്മ പറ, ഈ 25,000 രൂപ കിട്ടിയപ്പം എന്ത് തോന്നുന്നു? അതിനേക്കാളും സന്തോഷം എനിക്ക് തോന്നിയത് നിങ്ങളുടെ അടുത്ത് നിന്നുള്ള ഈ നല്ല വാക്കുകളും ഈ ഫ്ലോറും. കാരണം ഈ ഫ്ലോറിൽ വരാനുള്ളത് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. അത് നല്ല രീതിയിൽ തന്നെ വന്ന് എന്നുള്ളത് ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോൾ വളരെയേറെ സന്തോഷം. അതിനേക്കാൾ ഉപരി സന്തോഷം ഇതാണ്. അതെ അതെ അതെ. പുഷ്പല ചേച്ചി, അല്ല അത് തന്നെ പറഞ്ഞത്, ഈ ഫ്ലോറിൽ വരാൻ പറ്റിയ തന്നെ വലിയൊരു അതന്നെ ഒരു സമ്മാനമായിട്ടാണ് ഞാൻ കരുതുന്നത്. 25 അല്ല. അല്ല, ഞങ്ങളിങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങളെ എടുക്കാമെന്ന് ചോദിച്ചപ്പോ അപ്പൊ തന്നെ വന്നില്ലേ, വിളി വന്നില്ലേ ഇവിടുന്ന്. അതാണ് നമ്മളുടെയും ഒരു ഇതെന്ന് പറയണത്. ചേച്ചി, ഗീത ചേച്ചി, ഇവർ രണ്ടുപേരും പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു. നമുക്ക് 2 പേര് പാട്ട് അല്ലേ? ചേച്ചി ഇഷ്ടമുള്ള 4 പേര്. അറിയാതെ അറിയാതെ എന്നിലെ എന്നിൽ നീ, എന്നിലെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി. അനുഭൂതി ധന്യമാം ശ്വാതുല ഭൂമിയിൽ നവനീത ചന്ദ്രിക പൊങ്ങി. അടിപൊളി അടിപൊളി അടിപൊളി. സൂപ്പർ. ഈ ചേച്ചി പാടൂ. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി, ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി. സമയമാം യമുനയോ പിറകിലേക്കൊഴുകിയോ മധുരമണിനാദം മാടി വിളിക്കുന്നു. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി, ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി. അപ്പോ ഈ 3 അമ്മമാർക്ക് ഒരു ഉഗ്രം കൈയടി. അപ്പൊ നമ്മൾ വലതുകാലം വെച്ച് കയറി ഇനിയിപ്പോ അവിടെ കൂടെ കൂടാം. ഓക്കെ, ബൈ. ഇനിയും വരണം. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് നല്ല അടിപൊളിയായിട്ട് പര്യവസാനിപ്പിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു, നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു. 2026 നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, അത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കട്ടെ എന്ന് നമ്മളുടെ കുടുംബത്തിൻ്റെ പേരിൽ എല്ലാവർക്കും നമ്മൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ വിഷ് ചെയ്യുകയാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രം വരട്ടെ. അപ്പം ക്രിസ്മസ് ആയിട്ട് നല്ല ഭക്ഷണം കഴിക്കുക, ഐറ്റം വേറെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ പിന്നെ നമ്മുടെ തൃശ്ശൂരുകാർക്ക് ഒരു സ്പെഷ്യൽ കൈയടി കൊടുക്കണം. അവർ 2ാമത്തെ തവണയാണ് വരുന്നത്.
തളിക്കുളം ആൻഡ് പഴുവിൽ, ഈ 2 സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഒരു പ്രാവശ്യം അന്ന് ഞാനില്ലാതായിപ്പോയി. എനിക്കിന്ന് നിങ്ങളെ കാണാനും പറ്റി. നിങ്ങൾ അസാധ്യ ഓഡിയൻസ് ആണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.